ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകുന്ന വളരെ രുചികരമായിട്ടുള്ള തേങ്ങ ചാലിച്ചെടുത്ത കൂന്തൽ തോരനാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ കൂന്തൽ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ അളവിൽ കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു രീതിക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂന്തലെന്നും പറയും, കണവെന്നും പറയും കേട്ടോ. പല സ്ഥലത്തും പല പേരിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് തന്നെ ചേർത്തേക്കണം. അപ്പോൾ ആ ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്, അതും കൂടെ തന്നെ ഒരു 10ഓളം ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. ആ കറിവേപ്പിലയും നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൺചട്ടി വന്നിട്ട് നല്ല ചൂടാണ്, അതിൻ്റെ പേരിലാണ് ഇതുപോലെ പെട്ടെന്നൊന്ന് വെന്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ കൂന്തലിൽ നിന്നുള്ള വെള്ളം തന്നെ ഉണ്ട്. ഇരുന്നാലും ഒരു 1/2 കപ്പ് അളവിൽ കൂടി നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ട്. കാരണം കുറച്ച് സമയം എടുത്തായിരിക്കും നമ്മുടെ ഈ കൂന്തലൊന്ന് വെന്ത് കിട്ടുന്നത്. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയം തന്നെ നമ്മുടെ ഈ കൂന്തലിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അതായത് എപ്പോഴും കൂന്തൽ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. ലാസ്റ്റ് നമ്മൾ തേങ്ങാക്കൂട്ട് ചേർത്തതിന് ശേഷം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് തന്നെ വെച്ചേക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു രീതിക്ക് നന്നായിട്ട് അത് വെന്ത് കിട്ടുള്ളൂ. അടച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കാതെ വേകാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 4 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മസാലകൾ ആവശ്യമായിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അതായത് വെള്ളമൊന്നും ചേർക്കാതെ ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഒരുപാട് ഫൈനായിട്ട് അങ്ങനെ അരഞ്ഞു പോകാൻ വേണ്ടി പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ചെറിയ രീതിയിൽ വേണം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ആ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് കിടപ്പുണ്ട്. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നമ്മുടെ കൂന്തലെല്ലാം പകുതിയിൽ കൂടുതലായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂന്തൽ വന്നിട്ട് ഒരു പകുതിയിൽ കൂടുതൽ വെന്തിട്ടില്ലേ. ഇനി ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടിൽ കിടന്നിട്ട് വേണം അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഈ കൂന്തലിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇനി ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്.
നമ്മുടെ കൂന്തലെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ആ വെള്ളമെല്ലാം നന്നായിട്ട് ഇന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. എപ്പോഴും കൂന്തൽ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാവണം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. അതായത് ഇനി കുറച്ച് സമയം കൂടി ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഉള്ള ആ ഒരു കുറച്ച് വെള്ളം കൂടി അങ്ങ് പോകും. അത്രയും വരെ സമയം വരെ നമുക്കിത് ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂന്തൽ തോരൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിലിഞ്ഞൊരു ചെറിയൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 5 ചെറിയുള്ളി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇതുപോലെ ഒരു 4 വറ്റൽ മുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ കൂന്തൽ തോരനിലേക്ക് ചേർക്കാവുന്നതാണ്. താളിപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു കൂന്തൽ തോരനാണ് കേട്ടോ. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ കൂന്തൽ എന്ന് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.